Hi friends, Assalamu alaikum. Bismi കിച്ചലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി നാലുമണി പലഹാരമാണ് ചെയ്തെടുക്കുന്നത്. ഇത് രണ്ട് നേന്ത്രപ്പഴം കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചായക്കടി കിട്ടും. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ പീസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേ നേരമൊന്നും അരക്കേണ്ട, ഒരു മിനിറ്റ് മാത്രമാണ് അരച്ചെടുത്തത്. പിന്നെ ഒരു നുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണിൽ ഒരല്പം കുറച്ചിട്ട് ബേക്കിംഗ് പൗഡറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബേക്കിംഗ് പൗഡർ നമുക്ക് ഈ മുട്ടയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിരുന്നു. വെള്ളത്തിൻ്റെ കുറവുണ്ടായപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് മൊത്തം 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായി വന്നത്. അപ്പോൾ അതായത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അതിലേക്കൊരു പഴം കൂടി ചെല്ലുമ്പോൾ എന്തായിരിക്കും, അത്രയും നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റിയായ ഒരു അടിപൊളി നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ നമുക്ക് 2 നേന്ത്രപ്പഴം കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു കുണ്ടുള്ള ഒരു ചീനച്ചട്ടി ആയതുകൊണ്ടാണ് മറിച്ചിടുമ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് 2 സൈഡും ഫ്രൈ ആയി വരുന്ന സമയത്ത് വേറൂട്ട് കിട്ടിക്കോളും. അപ്പോൾ അതാ കണ്ടോ, വേറൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട്. ആദ്യം ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. കുക്കിംഗ് ടൈമൊന്നും ഒരുപാട് സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.